എമ്മാനുവേൽ ക്രിസ്മസ് ഒരുക്ക ധ്യാനം 8-ാം ദിവസം ഡിസംബർ 8. ഇന്ന് നാം ധ്യാനിക്കുന്നത് ദൈവം അതിമാത്രം ആഗ്രഹിക്കുന്ന ഒന്നാണ് മനുഷ്യരോടുള്ള സ്നേഹക്കൂട്ടായ്മ എന്നതാണ്. നമ്മോട് ഓരോരുത്തരോടുമുള്ള ദൈവത്തിൻ്റെ സ്നേഹം അനന്തമാണ് എന്ന് നാം പറയാറുണ്ടല്ലോ. അനന്തമാണ് എന്ന വാക്കിനർത്ഥം എന്താണ്? നമുക്കൊരിക്കലും ഗ്രഹിക്കാനാവാത്തത്ര അധികം അഗാധം, നിത്യം എന്നൊക്കെയാണ്. അതിനാൽ നമ്മെ പിരിഞ്ഞിരിക്കാൻ ദൈവത്തിന് സാധ്യമല്ല. അതാണ് ദൈവപുത്രൻ്റെ മനുഷ്യാവതാരം നമ്മെ പഠിപ്പിക്കുന്നത്. ക്രിസ്മസിൻ്റെ ഒരു പ്രധാന സന്ദേശം അതാണ്. അതുകൊണ്ട് യോഹന്നാൻ ശ്ലീഹാ ഇപ്രകാരം നമ്മളെ ഉദ്ബോധിപ്പിക്കുകയാണ്. 1-ാം അധ്യായം 1-ാം വാക്യത്തിലും 14-ാം വാക്യത്തിലും, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം മാംസമായി നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു. കൂടാരമടിച്ചത് നമ്മുടെ ഇടയിൽ നമ്മോടുകൂടെ സ്ഥിരമായ താമസത്തിന്. ദൈവം നോഹയോടും അബ്രാഹത്തോടും മോശയോടും ദാവീദിനോടും ചെയ്ത ഉടമ്പടികൾ അവിടുത്തെ സൗഹൃദത്തിൽ മനുഷ്യവർഗത്തെ നിലനിർത്താനും ഉള്ള ഉദ്യമമായിരുന്നു. ഇസ്രായേൽ ആ ഉടമ്പടിയെല്ലാം ലംഘിച്ചപ്പോൾ ദൈവം പ്രതികരിച്ചത് പുതിയ ഉടമ്പടി സ്ഥാപിച്ചുകൊണ്ടാണ്. യേശുക്രിസ്തുവിലൂടെയാണ് പുതിയ ഉടമ്പടി യാഥാർത്ഥ്യമായത്. ആ ഉടമ്പടിയുടെ പ്രത്യേകത അത് രക്തബന്ധം ആയിരുന്നു. മനുഷ്യരോടുള്ള ദൈവത്തിൻ്റെ സ്നേഹബന്ധം രക്തബന്ധമാക്കി തീർത്ത ഉടമ്പടിയാണ് ക്രിസ്തുവിലൂടെ പൂർത്തിയായ പുതിയ ഉടമ്പടി. അതുകൊണ്ടാണ് അന്ത്യത്താഴ വേളയിൽ വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ 22-ാം അധ്യായം 20-ാം വാക്യത്തിൽ നമ്മോട് പറഞ്ഞു തരുന്നത് പോലെ, അന്ത്യത്താഴത്തിൽ ഈശോ തൻ്റെ ശരീരത്തിലൂടെ ഓടുന്ന രക്തം ഹൃദയത്തിൽ കണ്ടുകൊണ്ട് പാനപാത്രത്തിലെ വീഞ്ഞുയർത്തിക്കൊണ്ട് പറഞ്ഞു, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. പരിശുദ്ധ കുർബാന സ്ഥാപിച്ചപ്പോൾ ഈശോ പറഞ്ഞ ഈ വാക്ക് വ്യക്തമാക്കുന്നത് പഴയ നിയമ ഉടമ്പടികൾ ലംഘിച്ച ജനത്തോട് ദൈവം പ്രതികരിച്ചത് തൻ്റെ പുത്രൻ്റെ രക്തത്തിൽ മനുഷ്യകുലവുമായി ഒരു പുതിയ ഉടമ്പടി ആരംഭിക്കണമെന്നതാണ്. ഉടമ്പടി എന്ന വാക്കിന് വിശുദ്ധ ഗ്രന്ഥത്തിനർത്ഥം ഒരിക്കലും വേർപിരിയാനാവാത്ത തരത്തിലുള്ള അത്യഗാധമായ കുടുംബ ബന്ധം എന്നാണ്. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം ആർക്കും ഇല്ലാതാക്കാൻ സാധ്യമല്ല. കാരണം അത് രക്തത്തിലുള്ള ബന്ധമാണ്. ദൈവത്തിന് മനുഷ്യരോടുള്ള സൗഹൃദവും കൂട്ടായ്മയും മക്കളും മാതാപിതാക്കന്മാരും തമ്മിലുള്ള വേർപെടുത്താനാവാത്ത ബന്ധം പോലെയുള്ള ബന്ധം തന്നെയാണ്. അത് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തെക്കാളും ഉന്നതമാണെന്ന് യേശയ്യാ പ്രവാചകൻ 49-ാം അധ്യായം 15-ാം വാക്യത്തിലും 16-ാം വാക്യത്തിലും പറഞ്ഞു തരുന്നുണ്ട്. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എബ്രായർ 13:5 കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയില്ല.
ദൈവത്തോടുള്ള ഈ ഉടമ്പടി ബന്ധത്തിന്, ഈ മഹാസ്നേഹ ബന്ധത്തിന് നാം വില കൽപ്പിക്കാത്തത് ദൈവത്തെ വളരെയധികം വേദനിപ്പിക്കുന്നു. അതാണ് യെശയ്യാ പ്രവാചകനിലൂടെ കർത്താവ് പറഞ്ഞത്. യെശയ്യാ 1-ാം അധ്യായം 2-3 വാക്യങ്ങൾ. ആകാശങ്ങളെ ശ്രവിക്കുവിൻ, ഭൂമിയെ ചെവിതരുക, കർത്താവ് അരുളിച്ചെയ്യുന്നു. ഞാൻ മക്കളെ പോറ്റി വളർത്തി, എന്നാൽ അവർ എന്നോട് കലഹിച്ചു. കാള അതിൻ്റെ ഉടമസ്ഥനെ അറിയുന്നു, കഴുത അതിൻ്റെ യജമാനൻ്റെ തൊഴുത്തും. എന്നാൽ ഇസ്രായേൽ ഗ്രഹിക്കുന്നില്ല, എൻ്റെ ജനം മനസ്സിലാക്കുന്നില്ല. യിരെമ്യാ പ്രവാചകനിലൂടെ കർത്താവ് വീണ്ടും അരുളി ചെയ്തു. 2-ാം അധ്യായം 12 വാക്യം. ആകാശങ്ങളെ ഭയന്ന് ഞടുങ്ങുവിൻ, സംഭ്രമിക്കുവിൻ, ഞെട്ടിവിറയ്ക്കുവിൻ, കർത്താവ് അരുളി ചെയ്യുന്നു. എന്തെന്നാൽ എൻ്റെ ജനം 2 തിന്മകൾ പ്രവർത്തിച്ചു. ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു. മനുഷ്യരുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി ദൈവം യാചിക്കുന്നത് പോലെ, കെഞ്ചുന്നത് പോലെയാണ് യിരെമ്യാ പ്രവാചകൻ്റെ വാക്കുകൾ. യിരെമ്യാ 2:19-20. എൻ്റെ മക്കളുടെ കൂടെ നിന്നെ പാർപ്പിക്കാനും സകല ജനതകളുടേതിലും വച്ച് ഏറ്റവും ചേതോഹരമായ അവകാശം നിനക്ക് നൽകാനും ഞാൻ എത്രയേറെ ആഗ്രഹിച്ചു. എൻ്റെ പിതാവേ എന്ന് നീ എന്നെ വിളിക്കുമെന്നും എൻ്റെ മാർഗം നീ ഉപേക്ഷിക്കുകയില്ലെന്നും ഞാൻ പ്രതീക്ഷിച്ചു. ഇസ്രായേൽ ഭവനമേ, അവിശ്വസ്തയായ ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിക്കുന്ന പോലെ നീയും വിശ്വാസ വഞ്ചന ചെയ്തിരിക്കുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു. പ്രവാചകന്മാർ വഴി എന്താണ് ദൈവം നമ്മോട് സംസാരിച്ചത്? പ്രവാചക പ്രമുഖനായ യെശയ്യാ പ്രവാചകൻ തൻ്റെ 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ അത് പറഞ്ഞു തരുന്നത് ഇങ്ങനെയാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, വരുവിൻ, നമുക്ക് രമ്യതപ്പെടാം. എല്ലാ പ്രവാചകന്മാരുടെയും സന്ദേശങ്ങളെല്ലാം ഈ ഒറ്റ ആഹ്വാനത്തിലേക്ക് നമുക്ക് ചുരുക്കാൻ സാധിക്കും. യേശു വന്നപ്പോൾ അവിടുന്നും അതുതന്നെയാണ് ആവശ്യപ്പെട്ടത്. സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ, സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. ഇതാണ് സുവിശേഷം. തൻ്റെ കൂട്ടായ്മയിലേക്ക് ദൈവം നിരന്തരം എല്ലാ മനുഷ്യരെയും വാത്സല്യപൂർവ്വം ക്ഷണിക്കുന്നു. ഈ ക്ഷണം വാക്കുകൾ ഒതുക്കുന്നതിന് ഉപരിയായി ഈശോ തൻ്റെ മനുഷ്യാവതാരത്തിലൂടെ നമ്മുടെ അടുക്കലേക്ക് വന്നു കഴിഞ്ഞു, തന്നോട് നമ്മെ ചേർക്കുവാനായി. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, എന്നോട് കൂട്ടായ്മയിലാകാൻ മനുഷ്യ അവതാരം ചെയ്ത അങ്ങേ സ്നേഹാധിക്യം എൻ്റെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങുവാൻ അങ്ങ് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ സൗഹൃദത്തിൽ ഞാൻ കഴിയേണ്ടതിന് അങ്ങ് കൊടുത്ത വലിയ വില മനസ്സിലാക്കി അവിടുത്തോട് നിത്യമായ കൂട്ടായ്മയിൽ ജീവിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. അങ്ങയോടുള്ള എൻ്റെ സൗഹൃദവും കൂട്ടായ്മയും നഷ്ടപ്പെടുന്ന സർവ്വതും ഉച്ഛിഷ്ടം പോലെ വലിച്ചെറിയുവാനും എന്നെ സഹായിക്കണമേ. ആമേൻ.